ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 77. ഈശോ കൃഷിക്കാരുടെ കൂടെ. ഇപ്പോൾ ഈശോ ഫലഭൂയിഷ്ഠമായ ഒരു ഭൂപ്രദേശത്താണ്. എങ്ങും ഫലവൃക്ഷങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കാണാം. മുന്തിരിക്കുലകൾ പഴുത്തു തുടങ്ങി. ഈശോ ഒരു തോട്ടത്തിൽ ഇരിക്കുകയാണ്. തോട്ടം ഉടമ കൊടുത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു. ഈശോ പ്രബോധനം അവസാനിപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഗുരു, അങ്ങേക്ക് പഴങ്ങൾ തന്ന് അങ്ങയുടെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങയുടെ വിജ്ഞാനത്തെപ്പറ്റി ശിഷ്യൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അങ്ങയുടെ വാക്കുകൾ നേരിൽ കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. എന്നാൽ റബ്ബികളുടെ പ്രസംഗം അങ്ങയുടെ പ്രസംഗം പോലെയല്ല. അവരുടെ പ്രസംഗം കേട്ടിട്ട് മടങ്ങുമ്പോൾ ഞങ്ങൾക്ക് തോന്നുക രക്ഷപ്പെടുകയും സ്വർഗരാജ്യത്തിലെത്തുകയും അസാധ്യമാണെന്നത്രേ. റബ്ബിമാർ പറയുന്നത് ചെയ്യാൻ ആർക്ക് കഴിയും? അങ്ങാകട്ടെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് സമാധാനം കൊണ്ട് നിറയുന്നു. ഞങ്ങൾക്ക് വയസ്സായെങ്കിലും ഉള്ളിൽ കുട്ടികളാണ് എന്നൊരു തോന്നൽ. എനിക്ക് പഠിപ്പില്ല, ഉള്ളിലുള്ളത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെനിക്കറിയാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവവചനം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അറിവുണ്ടായി, പക്വത വന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസവും നിഷ്കളങ്കതയും സാരല്യവും വീണ്ടും നാമ്പെടുത്തു. നിങ്ങൾ വീണ്ടും കുട്ടികളെ പോലെ ആയി. പകയില്ല, വിദ്വേഷമില്ല. നിങ്ങളെ നിങ്ങളുടെ അമ്മ ആദ്യം ദൈവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം, നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയ വിശ്വാസം വീണ്ടും കൈവന്നിരിക്കുന്നു. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, അതുതന്നെ. അടുത്തിരുന്ന് അത്തിപ്പഴം കഴിക്കുന്ന ജോൺ, സൈമൺ, യൂദാസ് ഇവരെ നോക്കി കൃഷിക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ എപ്പോഴും ഗുരുവിൻ്റെ കൂടെ ആണല്ലോ. ഒരു രാത്രി അങ്ങ് എൻ്റെ അതിഥിയായിരുന്നത് കൊണ്ട് ഞാൻ ധന്യനായി. എൻ്റെ വീടിന് ഇനി ആപത്തൊന്നും ഉണ്ടാവുകയില്ല. അങ്ങ് അതിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഈശോ മറുപടി പറഞ്ഞു, ഒരനുഗ്രഹം ഫലപ്രദമാകണമെങ്കിൽ, അതിൻ്റെ ഫലം ഏറെക്കാലം നിലനിൽക്കണമെങ്കിൽ മനുഷ്യർ ദൈവത്തിൻ്റെ നിയമം പാലിക്കണം, എൻ്റെ പ്രബോധനത്തോട് വിശ്വസ്തത കാട്ടണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അനുഗ്രഹത്തിൻ്റെ സത്ഫലങ്ങൾ നിലച്ചു പോകും. അത് ന്യായം മാത്രമാണ്. വെയിലും ശുദ്ധവായും ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നു. അതില്ലാതെ ജീവൻ നിലനിർത്തുവാൻ കഴിയില്ല. നല്ലവർ കൂടുതൽ നല്ലവരാകുന്നതിനും അവർക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ വാത്സല്യം തിന്മ ചെയ്യുന്നവർക്ക് വേദനയായും അനുഭവപ്പെടണം. ദൈവമുണ്ട് എന്നവരെ ഓർമ്മിപ്പിക്കുന്നതിനാണ് അത്. വേദന എപ്പോഴും തിന്മയല്ലേ? ഒഴിവാക്കേണ്ടതല്ലേ? അല്ല, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ വേദന തിന്മയാണ്, അഭിലഷണീയമല്ല. എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടിൽ വേദന നന്മയാണ്. നീതിമാന്മാരുടെ സ്വർഗീയ നിധി വളർത്തുകയും ലോകത്തിൻ്റെ പാപങ്ങളെയും കറകളെയും കഴുകിക്കളയുകയും ചെയ്യുന്ന ജ്ഞാനമാണത്. വേദന വരുമ്പോൾ സ്വീകരിക്കുകയും നിരാശപ്പെടാതെയും ദൈവത്തെ വെല്ലുവിളിക്കാതെയും ആ വേദന കാഴ്ചവെക്കുകയും വേണം. പാപികളുടെ രക്ഷയ്ക്കായി വേദന കാഴ്ചവെക്കണം. വേദന സഹിക്കുക ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കൃഷിക്കാരൻ പറഞ്ഞു. അയാളുടെ ബന്ധുക്കളും കുട്ടികളുമായി ഏകദേശം 10 പേർ അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു. മനുഷ്യന് അത് പ്രയാസമാണെന്ന് എനിക്കറിയാം. പിതാവിന് ഇതറിയാമായിരുന്നതുകൊണ്ട് പിതാവ് കുഞ്ഞുമക്കൾക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തില്ല. പാപം വഴിയാണ് അതുണ്ടായത്. എന്നാൽ ഈ ലോകത്തെ വേദനയും ദുഃഖവും എത്ര കാലത്തേക്കാണ്? ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്തേക്ക്. അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ. എന്നേക്കും വേദന അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിൽ അത് സഹിക്കുകയാണ്. അവിടെ കാലം 1000 മടങ്ങാണ്. ഇവിടുത്തെ ഒരു ദിവസം അവിടുത്തെ 1000 ദിവസം. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വേദനയെ ശപിക്കരുത്, അതിനെ ഒരനുഗ്രഹമായി കരുതണം. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവുമാണ് ഈ വേദന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗുരു, അങ്ങയുടെ വാക്കുകൾ മധുരമാണ്. വേനൽക്കാലത്ത് ദാഹിച്ച് തൊണ്ട വരണ്ട ഒരു മനുഷ്യന് മൺകുടത്തിൽ തണുപ്പിച്ച തേൻ വെള്ളം പോലെ മധുരമാണ്. അങ്ങേക്ക് നാളെ തന്നെ പോകണോ? ഞാൻ നാളെ പോവുകയാണ്. പക്ഷേ ഞാൻ വീണ്ടും വരും. നിങ്ങൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ചെയ്തതിനെല്ലാം നന്ദി പറയാനും ആഹാരവും വിശ്രമിക്കാൻ സ്ഥലവും തരണമെന്ന് അപേക്ഷിക്കാനുമായി ഞാൻ വീണ്ടും വരും. അതങ്ങ് എന്നും ഇവിടെ കണ്ടെത്തും. പച്ചക്കറികൾ നിറച്ച കുട്ടകൾ ചുമന്നുകൊണ്ട് ഒരു കഴുതയും അതിനെ നടത്തിക്കൊണ്ട് ഒരു മനുഷ്യനും അടുത്തു വന്നു. ജെറുസലേമിലേക്ക് കച്ചവടത്തിനായി പോകുന്നു. അയാളുടെ കൂടെ ജോണിനെ ഈശോ പറഞ്ഞു വിടുന്നു. ജോൺ, നീ പോയിക്കൊള്ളൂ. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. 4 ദിവസത്തിനകം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. എൻ്റെ സമാധാനം നിന്നോടുകൂടി. ഈശോയും സൈമണും ജോണിനെ ആശ്ലേഷിക്കുന്നു. ഗുരു,
അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാനും ജോണിൻ്റെ കൂടെ പോകാം. എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനെ കാണേണ്ടതുണ്ട്. 4 ദിവസത്തിന് ശേഷം നാം വീണ്ടും കണ്ടുമുട്ടുമല്ലോ. ഈശോ യൂദാസിനെയും പറഞ്ഞു വിടുന്നു. ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ. പോയിക്കൊള്ളൂ.